ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 2 ഒന്നാമത്തെ വായന ഭാഗം 1 ദിനവൃത്താന്തം 16 അധ്യായം. ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അതിന് ആൾക്കാരെ കൂട്ടുന്നു, ലേവ്യരെയും പുരോഹിതന്മാരെയും കൂട്ടുന്നു. അവരുമായിട്ട് ഓബേദെദോമിൻ്റെ വീട്ടിൽ പോകുന്നു. അവിടുന്ന് പെട്ടകം കൊണ്ടിരുന്നു. ഇപ്പോൾ അവർ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ കൂടാരത്തിനകത്ത് വെച്ചു. ഓർക്കണം, ഇത് ദേവാലയമല്ല, യെരൂശലേം ദേവാലയമൊന്നും ആയിട്ടില്ല. പെട്ടകം കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് വേർതിരിച്ച് ഒരു കൂടാരമടിച്ച് അതിൽ ലേവ്യരെയൊക്കെ വിശുദ്ധീകരിച്ച് അത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ അവർ ദൈവസന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ഹോമയാഗങ്ങളും ഒക്കെ കഴിഞ്ഞു തീർന്ന ശേഷം ദാവീദ് തന്നെ ജനത്തെ അനുഗ്രഹിച്ചു. അവർ എല്ലാവർക്കും ഒരപ്പവും ഒരു ഗണ്ണം ഇറച്ചിയും ഒരു മുന്തിരിക്കട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെയും നിയമിച്ചു. ആസാഫാണ് അതിൻ്റെ തലവനായിട്ട് വന്നത്. രണ്ടാമതായിട്ട് സെഖര്യാവ്, പിന്നെ യെഹിയേല്, ഷെമീരാമോത്ത്, യെഹിയേല്, മത്ഥിത്യാവ്, എബിയാവ്, ബനായാവ്, ഒബേദേദോം, യെഹിയേൽ എന്നീ ആൾക്കാർ വീണയും കിന്നരവും ഒക്കെ വായിച്ചു. ആസാഫ് കൈത്താളം കൂട്ടി. പുരോഹിതന്മാരായ ബനായാവും യഹസിയേലും ദൈവത്തിൻ്റെ നിയമപ്പെട്ടതിന് മുമ്പിൽ നിരന്തരം കാഹളമുതി. ആ ദിവസം തന്നെ ദൈവസന്നിധിയിൽ പാടാനുള്ളൊരു പാട്ട്, സങ്കീർത്തനം ദാവീദ് ഇവരുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ദാവീദ് എഴുതിയ ദേവാലയത്തിൽ പാടി ആദ്യത്തെ കീർത്തനം ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം, സങ്കീർത്തനം. ഇന്ന് ആസാഫിൻ്റെ കയ്യിൽ കൊടുത്തു. ആസാഫ് അത് സ്തോത്രം ചെയ്ത് അവിടെ പാടുകയും ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. പിന്നെ കാണുന്ന വാക്യങ്ങൾ ആ പാട്ടിലെ വരികളാണ്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ നാമത്തെ ആരാധിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ, അവന് പാടി കീർത്തനം ചെയ്യുവിൻ, അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിപ്പിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ഇതൊക്കെയും പാടി കുറച്ചായിട്ട് വരുമ്പം അബ്രഹാമിനെ ഇസ്ഹാക്കിനെയൊക്കെ അവിടെ ഓർക്കുന്നുണ്ട്. അബ്രഹാമിനോട് അവൻ ചെയ്ത നിയമം, ഇസ്ഹാക്കിനോട് അവൻ ചെയ്ത സത്യം, അതിനെ അവൻ യാക്കോബിന് ഒരു പ്രമാണമാക്കി കൊടുത്തത്, ഇസ്രായേലിന് ശാശ്വത നിയമമായി ഉറപ്പിച്ചപ്പം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനം, അവർ ആ സന്തതി പരമ്പരയായിട്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വീരന്മാരായ പുരുഷന്മാരെ ഓർക്കുകയും അവരിലൂടെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇസ്രായേൽ എന്നൊരു വലിയ ജനത്തിലേക്ക് മാറുന്നതിനെ സംബന്ധിച്ചൊക്കെ അവിടെ ആ പാട്ടിലുണ്ട്. എന്നിട്ട് താഴോട്ട് ജാതിയിലെ സകല ദേവന്മാരും വിഗ്രഹങ്ങൾ എത്ര. അപ്പോൾ ജാതികളെ കുറിച്ച് പറയുന്നു, ഈ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു, ഈ ദൈവമാണ് ദൈവം എന്ന് പറയുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പം ഇങ്ങനെ പാടി അവസാനിപ്പിച്ച പാട്ട്. ഇങ്ങനെ പെട്ടകത്തിന് മുമ്പിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവൻ്റെ സഹോദരന്മാരെയും ഓബേദേദോമിനെയും അവരുടെ സഹോദരന്മാരായ 68 പേരെയും യഹോവയുടെ പെട്ടകത്തിന് മുമ്പിലും യദൂഥൂൻ്റെ മകനായ ഓബേദേദോമിനെയും ഹോസയെയും വാതിൽ കാവൽക്കാരായി നിർത്തി. അപ്പം അങ്ങനെ ഒരു വലിയ ജനസമൂഹം, വലിയൊരു ആളുകളുടെ എണ്ണം, അത് ലേവ്യരിൽ നിന്നാണ്, വേറെ ആരിൽ നിന്നല്ല, ലേവ്യരിൽ നിന്ന് തന്നെ അവിടെ രാജാവാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ അധികാരമുണ്ട്. അവരത് കേൾക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പം അങ്ങനെ ദിവസം തോറും രാവിലെയും വൈകുന്നേരവും ഹോമപീഠത്തിന്മേൽ യാഗം കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ, യദൂഥൂൻ മുതലായ പേർവരും പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ സമയത്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ബാക്കി കാര്യങ്ങളും താഴോട്ട് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ കാണുന്നത്, പിന്നെ സർവ്വജനവും ഓരോരുത്തൻ താൻ വീട്ടിലേക്ക് പോയി
ദാവീദും തൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രവൃത്തി തികച്ചതിന് ശേഷം ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് അത് വെക്കേണ്ട സ്ഥലത്ത് വെച്ച് അത് വെറുതെ അവിടെ വെച്ചിട്ട് മുറിയും പൂട്ടി പോവുകയല്ല, മറിച്ച് അത് ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാനും രാവിലെയും വൈകുന്നേരവും യാഗങ്ങളാണെങ്കിൽ യാഗങ്ങൾ, കീർത്തനങ്ങളാണെങ്കിൽ കീർത്തനങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞ പോലെ ചെയ്യാനുള്ളതെല്ലാം ഏൽപ്പിച്ചു. ഇനി നമുക്ക് താഴോട്ട് പോകുമ്പോൾ ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും എങ്ങനെയാണ് വീണ്ടും ദൈവത്തെ ഉള്ള ബന്ധത്തിൽ ദാവീദ് ആയിരുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ടുള്ള അധ്യായങ്ങളിലൊക്കെ വായിക്കാൻ കഴിയും. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പം അതാണ് നമുക്കും മാതൃകയാകാനുള്ളത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിനായിരിക്കണം ഒന്നാമത്തെ സ്ഥാനം. കാരണം ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്, ദൈവമാണ് നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് നടത്തിയത്. നമുക്കറിയാത്തൊരു സംഗതികളിലേക്ക്, സത്യത്തിലേക്ക് നമ്മളെ നയിച്ചത് ദൈവമാണ്. അപ്പം അതുകൊണ്ട് ദാവീദിൻ്റെ ആ ഒരു ജീവിതം, അത് ബാലനായിരുന്നപ്പോൾ മുതൽ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഒരിക്കൽ പോലും ദൈവത്തെ വിട്ടു പോയിട്ടില്ല. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ എന്ന് പേര് കേൾക്കാനിടയായ ദാവീദിൻ്റെ മാതൃക നമുക്കും സൂക്ഷിക്കാം, അത് പ്രകാരം ജീവിക്കാം എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതുള്ളൂ. രണ്ടാമത്തെ വായന ഭാഗം എസ്കേൽ പ്രവചനം 28-ാം അധ്യായം. ഇവിടെ ഈ സോറിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്ന സോർ പ്രഭുവിനോട് പറയണമെന്നാണ്. സോർ പ്രഭുവിനോട് പറയുന്ന ഇതാണ്: നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ വേറൊരു കാര്യത്തോടെ പറയും, നീ ദാനിയേലും ജ്ഞാനിയല്ലോ, ഞാൻ നിനക്കതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നു എന്നുള്ളതാണ്. ദൈവം പറയാം, നീ ദാനിയേലും ജ്ഞാനിയാണ്, നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാൻ ഒരു രഹസ്യവും ഉണ്ടായിരുന്നില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു, നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു, നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യഹോവ കർത്താവ് പറയുന്നത്, നീ ദൈവഭാവം നടിക്കിയാൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ നിന്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. അവർ നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. നീ സമുദ്രമധ്യേ നിഹതന്മാരെ പോലെ മരിക്കും. വീണ്ടും പറയാണ്, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ എന്ന്. അപ്പം അത്ര കണ്ട് നിഗളം, ഞാനാണ് ഏറ്റവും വലുത്, എന്നേക്കാൾ മുകളിലൊരാരുമില്ല, ആ ചിന്തയാണ്. അല്ലാതെ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു എന്നുള്ള അർത്ഥമല്ല. ദൈവഭാവം നടിച്ചു എന്നാണ്. ദൈവത്തെ മറന്ന് ഞാനാണ് സർവത്തിലും വലിയവൻ, ഞാനാണ് സർവത്തിലും സകലവും എന്ന് പറയുന്ന ഒരു ഭാവം, നിഗളം, അതൊക്കെ ഭയപ്പെടാനൊന്നുമില്ല. സമ്പത്തിൻ്റെ മുകളിൽ സമ്പത്ത്, എല്ലാ ആൾക്കാരും പുകഴ്ത്തുന്നു, എല്ലായിടത്തു നിന്നും ആൾക്കാർ ഇവരെ അന്വേഷിച്ച് വരുന്നു. ഇതൊക്കെയും പൊതുവെ മനുഷ്യന് അവൻ്റെ ഹൃദയം നിഗളിക്കുവാനുണ്ടാകുന്ന കാര്യങ്ങളാണ്. വീണ്ടും താഴോട്ട് അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സോർ രാജാവിനോട് ഒരു വിലാപം തുടങ്ങി അവനോട് പറയണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ, നീ ദൈവത്തിൻ്റെ തോട്ടത്തിലായ ഏദനിലായിരുന്നു. അപ്പം ഈ ഒരു ഭാഗം ക്രിസ്തീയ സമൂഹത്തിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട, അതായത് യെശയ്യാ പ്രവാചനം 14 വെട്ടേറ്റ നിലത്ത് വീണ ദൂതൻ എന്ന് പറയുന്ന ഭാഗത്തെ പോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഈ നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും തന്നെ, നീ ദൈവത്തിൻ്റെ തോട്ടത്തിലായിരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗം. അപ്പം ഇത് ദൈവത്തിൻ്റെ തോട്ടം പോലെ 2 പേർക്ക് ജീവിക്കാൻ വേണ്ടി 4 നദി, തിന്നാലും തീരാത്ത വിധം കാലാകാലങ്ങളിൽ വൃക്ഷത്തിൽ ഫലങ്ങൾ, എല്ലാം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത ദൈവം. അപ്പം അതുപോലെ ഒരു സ്ഥലമായിരുന്നു ഈ സോറും എന്ന് മാത്രമേ അവിടെ അർത്ഥമുള്ളൂ. പക്ഷേ ആളുകൾ അതിനെ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും. അവിടെ താമ്രവർണ്ണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. അപ്പോൾ ഇതൊക്കെയും നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു,
ഇതെല്ലാം ദൈവദൂതന് ആണ് എന്നുള്ള അർത്ഥത്തിലാണ് സമൂഹം വിശ്വസിക്കുന്നത്. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ. ഇനിയിപ്പം വേറൊരു തരത്തിലാണ് അതിൻ്റെ ആ വായനയുടെ പോക്ക് അതിനെ നമ്മൾ വേറൊരു തലത്തിൽ കൊണ്ടെത്തിക്കും. ഒരു മനുഷ്യനല്ലാത്ത മറ്റൊരു വ്യക്തിയായിട്ട് നമുക്ക് കാണത്തക്ക രീതിയിൽ അതിനെ നമ്മുടെ മനസ്സിനെ അതിനെ ആ തരത്തിൽ കൊണ്ടുപോകും. പക്ഷെ ഇവിടെ മനുഷ്യനായിരിക്കെ എന്ന് പ്രത്യേകം തന്നെ പറയുന്നു. മനുഷ്യനായിരിക്കെ നീ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് എന്നിവിടെ പറയുന്നുണ്ട്. ഞാൻ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് നീ നടപ്പിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ ഒക്കെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ അതാണല്ലോ ദൂതനെ സംബന്ധിച്ച് പറയുമ്പോഴും അതാണല്ലോ. ദൂതൻ നല്ലവനായിരുന്നു, അവൻ ദൈവഭാവം നടിച്ചു, അവനെ വെട്ടേറ്റ് താഴ്ത്തു. അവിടെ ബാബേൽ രാജാവിനെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ 14 അധ്യായത്തിൽ പറയുന്നത്. ഇവിടെ സോർ രാജാവിനെ കുറിച്ച് പറയുന്നത്. രണ്ടും ഒരു ദൂതനെക്കുറിച്ചും ദൈവദൂതനെക്കുറിച്ചുമല്ല. ദൈവദൂതൻ വെട്ടേറ്റ് നിലത്ത് വീഴുകയോ ഈ ദൈവഭാവം നടിച്ച ദൂതനെ സാത്താനാക്കി മാറ്റിയതോ ഒന്നും അല്ല ഇവിടെ രണ്ടിടത്തും പ്രതിപാദിക്കുന്നത്. നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ വായിക്കുന്നുണ്ട്, അവർക്ക് പാപം ചെയ്യാതെ വണ്ണം ആണ് അവരെ വെച്ചിരിക്കുന്നത്. അതായത് കടലിനും സൂര്യനും ചന്ദ്രനും വെള്ളത്തിനും ഒന്നിനും അവർക്ക് നിയമം വെച്ചിരിക്കുന്നു, ലംഘിക്കരുതാത്ത നിയമം വെച്ചിരിക്കുന്നില്ല. ആ ഭാഗത്ത് തന്നെ അവൻ സൃഷ്ടിച്ച ദൂതന്മാരെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ദൂതന്മാർക്കും അവർക്കും ലംഘിക്കരുതാത്തൊരു നിയമം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ലംഘിക്കണം എന്ന് വിചാരിച്ചാലും സൂര്യൻ ഇങ്ങനെ തന്നെ നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരുപോലെ തന്നെ. ഭൂമി അതിൻ്റെ അതേ ദിശയിൽ തന്നെ കറങ്ങുന്നു, അതിനൊന്നും നിയമം തെറ്റിക്കാനൊക്കത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ദൂതന്മാർക്കും ലംഘിക്കണമെന്ന് വിചാരിച്ചാലും ലംഘിക്കണമെന്ന് വിചാരിക്കില്ല, ലംഘിക്കണമെന്ന് വിചാരിച്ചാലും ലംഘിക്കാൻ കഴിയാത്ത ഒരു നിയമം വെച്ചിരിക്കുന്നു. അപ്പോൾ ദൂതൻ പാപം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ തെറ്റായി പോകും. അങ്ങനെയാണെങ്കിൽ ഏത് ദൂതനും പാപം ചെയ്യാം, എപ്പോൾ വേണേലും പാപം ചെയ്യാം. ഇപ്പോഴും ദൂതന് പാപം ചെയ്യാം. വീണ്ടും എത്രയോ ദൂതന്മാർ പാപം ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ആ ഒരു ആശയവും അത് ബൈബിൾ വിരുദ്ധമാണ് എന്നുകൂടി ഈ സമയം പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ താഴോട്ട് അത് ഈ സോറിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രൻ നീ സീദോന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. യെശയ്യാ പ്രവചനം 23-ാം അധ്യായത്തിലും നമ്മൾ ഈ സോറിനെ കുറിച്ചുള്ള പ്രവചനം, ഇതേ പ്രവചനം സോറിനെ കുറിച്ചുള്ള യെശയ്യാ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്. അത് 23-ാം അധ്യായത്തിലാണ്. അവിടെ അതിൻ്റെ 23-ന്റെ 2-ാം വാക്യത്തിലും അതിൻ്റെ 12-ാം വാക്യമൊക്കെ പരിശോധിക്കുമ്പം ഈ സീദോന്റെ കാര്യത്തെ പറഞ്ഞു. ഈ സോർ എന്ന് പറയുന്നത് സീദോന്റെ കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു എന്നും സീദോന്റെ ഒരു കോളനിയാണെന്നോ അല്ലെങ്കിൽ സീദോൻ അതിനെ അടക്കി വാണിരുന്നെന്നോ ഒക്കെ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ്. സീദോന്റെ പ്രദേശമാണ് ഈ സോർ എന്ന് പറഞ്ഞാൽ. അതാണ് ഈ സീദോനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ആ സീദോനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ നിനക്ക് സീദോന് വിരോധമായിരിക്കുന്നു, ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹത്വീകരിക്കും, ഞാൻ അതിൻ്റെ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. ആ സീദോന്യരും ഞാൻ യഹോവയെന്നറിയും എന്നാണ്. ഞാൻ അതിൽ മഹാമാരിയും അതിൻ്റെ വീഥികളിൽ രക്തവും അയക്കും, ചുറ്റിലും നിന്ന് അതിൻ്റെ നേരെ വരുന്ന വാൾ കൊണ്ട് നിഹതന്മാരായവർ അതിൻ്റെ നടുവിൽ വീഴും. അപ്പോൾ ഞാൻ യഹോവയെന്ന് ദൈവമെന്ന് പറഞ്ഞാൽ പോരാ, യഹോവയായ ദൈവമെന്ന് തന്നെ അവരറിയും. ഇസ്രായേൽ ഗ്രഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകുകയില്ല. ആർക്ക്? ഇസ്രായേലിന്. ഞാൻ യഹോവയായ കർത്താവെന്ന് അവർ അറിയും, ഇസ്രായേൽ അറിയും. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ. അപ്പോൾ ഇപ്പം ചിതറിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥ ആയിട്ടില്ല. ചിതറിപ്പോയ സ്ഥലങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇപ്പോൾ അവർ പ്രവാസത്തിലാണ്. അവരെല്ലാവരെയും ഒരേ സ്ഥലത്ത് പ്രവാസത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ചിതറിപ്പോയൊരു കാലം ഉണ്ടായിരുന്നു, 1-ാം നൂറ്റാണ്ടിൽ ചിതറിപ്പോയിരുന്നു. ദൈവം അത് മനസ്സിൽ വെച്ചിട്ടാണോ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ ജീവിതകാലത്ത് നമുക്കിത് കണ്ടു മനസ്സിലാക്കുവാൻ, കേട്ട് മനസ്സിലാക്കുവാൻ ഇടയായി. അവർ ചിതറിപ്പോയിരുന്നു. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്നവർ ചിതറിപ്പോയിരുന്നു. അവരെ മടക്കി അവിടെ ഇസ്രായേൽ ഗൃഹത്തെ തിരിച്ച് ശേഖരിച്ച് ജാതികൾ കാണെ എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദാസനെ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും, അവർ അതിൽ നിർഭയമായി വസിക്കും. നിർഭയമായി വസിക്കുന്ന കാലമൊന്നും ഇപ്പോഴും ആയിട്ടില്ല. അവരെ ചിതറിപ്പോയ ദേശങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ട് അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികൾ. ഇന്നവർ ലോകം മുഴുവൻ അവരെ നിന്ദിക്കുകയാണ്. അത് അവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് നിന്ദിക്കുന്നത്. ഒരു ദയയോ കരുണയോ ഒന്നും കാണിക്കാതെ പലരോടും
പല രീതിയിലും ഇടപെടുന്നുണ്ട്. എന്നാൽ ദൈവം അവരെ ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഒരുപാട് കാര്യങ്ങളാൽ അവരെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ അവർ ഇനി മടങ്ങി വരേണ്ട ഒരു കാലമുണ്ട്. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ട കാലമുണ്ട്. ദൈവത്തിൻ്റെ യഥാർത്ഥമായ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ പദ്ധതിയെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും അവരെ അറിയുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ഒരു കാലം വരേണ്ടതുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് അവരുടെ യഥാസ്ഥാനം പൂർത്തിയാവുകയും അവർ സമാധാനത്തോടെ വസിക്കുകയും ചെയ്യും. ആ സമാധാനത്തെ സംബന്ധിച്ച് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ആ സമാധാനം ഇതുവരെ ആയില്ല. അവർ ദൈവമായ യഹോവ എന്നറിയും. ഈ ദൈവം യഹോവയായ ദൈവമാണെന്ന് അവരറിയേണ്ടതുപോലെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനിയും അറിയേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാകും. മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ ഗലാത്യയിൽ ഒരു സഭ മാത്രമല്ല, പല സഭകളുണ്ടായിരുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട സഭകളാണ്. അവിടെ പല സഭകളുണ്ടായിരുന്നു, ഗലാത്യ സഭകൾ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായത്, അവരെല്ലാം മറ്റ് ജാതികളിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ദേശങ്ങളിൽ നിന്നൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. അപ്പം ഈ യഹൂദ മതാനുസാരികൾ, യഹൂദ മത വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവരോട് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. പ്രധാനമായിട്ടും പരിച്ഛേദന പോലുള്ള കൽപ്പനകൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് അവരോട് പറയുകയാണ്. എന്നാൽ ഈ പുതിയ വിശ്വാസികളെ അവരെ വിശ്വാസത്തിലേക്കും ക്രിസ്തുവിലേക്കും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുക എന്നുള്ളതായിരുന്നു അപ്പോസ്തലന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. നമുക്കിതിലെ കാര്യങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എഴുതുകയും അത് അപ്പോസ്തലന്മാരുടെ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ അംഗീകാരം അതിനുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം വായിക്കുമ്പം ഈ കാര്യത്തിന് എഴുത്തയക്കുകയും യെരുശലേമിലേക്ക് പോവുകയും അവിടെ വെച്ച് അപ്പോസ്തലന്മാർ അതിന് അനുകൂലമായ ചില തീരുമാനമെടുക്കുകയും അവർ തന്നെ ഒരു എഴുത്തെഴുതി ഈ സഭകൾക്ക് വായിക്കാൻ തക്കവണ്ണം കൊടുത്തു വിടുകയും ചെയ്യുന്നുണ്ട്. അത് ശ്വാസം മുട്ടിച്ചേർത്തത്, വിഗ്രഹാർപ്പിതം, ഇതൊക്കെ വിട്ടു നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേറെ ഭാരമൊന്നും ചുമത്തുന്നില്ല. പരിച്ഛേദന ആവശ്യമില്ല എന്നൊക്കെ പറയാൻ തക്കവണ്ണം ആ ധൈര്യം യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശു പരിച്ഛേദന ഏറ്റവരാണ്, അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാർ പരിച്ഛേദന ഏറ്റവരാണ്. എന്നാൽ അവർ അതിൽ നിൽക്കാൻ അവരെ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തുമാത്രം അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരിലിരുന്ന് കൃത്യമായി ഈ കാര്യത്തെ പറയാൻ തക്കവണ്ണമുള്ള ധൈര്യം അവർ കൊടുക്കുന്നതാണ്. ഒരു ധൈര്യം ഉണ്ടാകേണ്ട കാര്യമല്ല. കാരണം വെച്ചാൽ അവരും ആ പരിശോധനയിലൂടെ കടന്നുപോയവർ, അവരങ്ങനെ പരിശോധന വേണ്ടാന്ന് ഉപദേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അത്ര ബോധ്യം ആ സംഗതിയെക്കുറിച്ച് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കിനി അധ്യായത്തിലേക്ക് വരാം. 1-2 അധ്യായങ്ങളാണ്. ഗലാത്യർ 1-2 അധ്യായങ്ങളാണ്. അപ്പം അതിൽ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. അപ്പോൾ ഇവിടെ പ്രത്യേകം നമുക്ക് നോക്കണം. ഇതൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. യേശുക്രിസ്തു സ്വയം ഉയർത്തെഴുന്നേറ്റതല്ല, അതിനുള്ള ശക്തി യേശുക്രിസ്തുവിനില്ല. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പിതാവായ ദൈവം ഉയർപ്പിച്ചതാണ്. പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭയ്ക്കല്ല, ഗലാത്യ സഭകൾക്ക്. അപ്പം അവിടെ പല സഭകൾ ഗലാത്യ ദേശത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിങ്കിൽ നിന്നും, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും യേശുക്രിസ്തുവിങ്കിൽ നിന്നും, ഇത്രയേ ഉള്ളൂ അവിടെ. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും, പിന്നെ എഴുതിയിരിക്കുന്നത് എന്താ? യേശുക്രിസ്തുവിൽ നിന്നും എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ.
അപ്പം അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം അവിടെ ഉണ്ട് എന്നുള്ളത് ആറാമത്തെ വാക്യത്തിൽ കാണാം. ക്രിസ്തുവിൻ്റെ കൃപയല്ല. അപ്പം ഒന്നാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിച്ച സഭ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ സംബന്ധിച്ച് അറിയിച്ചിട്ട് മടങ്ങി വന്ന അപ്പോസ്തലൻ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അതിന് വ്യത്യസ്തമായിട്ടാണ്. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു തന്ന ഉപദേശത്തെ മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നവരുടെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കരുത്, അല്ലെങ്കിൽ കേൾക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്, അത് നമുക്കെല്ലാം ബാധകമാണ്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. അപ്പം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് ഈ വചനവിരുദ്ധമാണെങ്കിൽ അത് കേൾക്കേണ്ട കാര്യമില്ല. എന്നാൽ വചനപ്രകാരമുള്ളതാണെങ്കിലാണ് കേൾക്കേണ്ടത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം ദൈവദൂതൻ തന്നെ വന്നിറങ്ങി ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരോധമായ ഒരു സുവിശേഷം പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാണ്. ഞങ്ങൾ മുമ്പ് പറഞ്ഞു തന്നെ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അവരെ വിട്ട് മാറിപ്പോകണമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് മാനുഷ്യമായൊരു കാര്യമല്ല ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത്, യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനാൽ പ്രാപിച്ച ഒരു കാര്യമാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ടല്ലോ, 9-ാം അധ്യായത്തിൽ പൗലോസ് ഈ സഭയെ മുടിച്ചു നടന്ന പൗലോസിനെ ക്രിസ്തു അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് പിടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അവിടെ ലഭിച്ചതാണ് ഈ വെളിപാട്, അല്ലെങ്കിൽ ഈ ഒരു ബോധം പൗലോസ് അപ്പോസ്തലന്. അങ്ങനെയാണ് അത് ഈ മനുഷ്യരോടൊക്കെ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ ലേഖനങ്ങളിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഈ ഉപദേശത്തെക്കുറിച്ച് മാത്രമല്ല, പൗലോസ് അപ്പോസ്തലനെ കുറിച്ചും ചിലപ്പോൾ തെറ്റായ വിവരങ്ങൾ അവരോട് പറയുന്നുണ്ട്. അവൻ പറയുന്നതൊന്നും കേൾക്കരുത്, അവന് ദൈവസഭയെ മുടിച്ചു നടന്നവനാണ്, അവനിപ്പം ഈ അതേ ഉപദേശത്തിൻ്റെ ആളുകളായി ആയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവും. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പം അങ്ങനെ ക്രിസ്തുവിനാൽ അന്ന് ദൈവത്താൽ പിടിക്കപ്പെട്ട അത്ര കണ്ട മുന്നിൽ ചില കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. ശബ്ദം കേൾക്കുകയാണ്, മിന്നൽ കാണുകയാണ്, കണ്ണ് കാണാതെ 3 ദിവസം ഇരിക്കുകയാണ്. ഇതെല്ലാം ഉറപ്പായ കാര്യമായതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വേറൊരാളോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം തന്നെ പുറപ്പെട്ട് അറബി നാട്ടിലേക്കൊക്കെ സുവിശേഷം അറിയിക്കാനായി പുറപ്പെട്ടു പോകുന്ന പൗലോസ് അപ്പോസ്തലൻ നമുക്ക് കാണാം. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ഇവിടുത്തെ ഞാൻ പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട്. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ് ഇവിടെ. അപ്പോൾ ഈ പ്രശ്നം തന്നെ പൗലോസ് അപ്പോസ്തലന് വിരോധമായിട്ടും അവർ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഇത് തൻ്റെ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാനാണ് ഇതിൽ ചില കാര്യങ്ങൾ, ചില വരികൾ മാറ്റിവെച്ചിരിക്കുന്നത്. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപാടനുസരിച്ചാണ് അങ്ങോട്ട് പോയത്. അവിടെ സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ആരാണ്? ഈ കള്ള സഹോദരന്മാർ, നുഴഞ്ഞു വന്ന സഹോദരന്മാർ പല കാര്യങ്ങളിൽ അവിടെ പലരെയും വഴിതെറ്റിക്കാൻ വന്നതുകൊണ്ട് അവരോടൊന്നും ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല, അവൻ്റെ ഹൃദയമാണ് നോക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പരിച്ഛേദനയിൽ അപ്പോസ്തലത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിനോട് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് പൗലോസ് അപ്പോസ്തലന് ഈ സുവിശേഷം അറിയിക്കുന്നതിനെ സംബന്ധിച്ച് ദൈവിക നിയോഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ തനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാനതിനെ വകവെക്കുന്നില്ല എന്നുള്ളതാണ്.
അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് യെരുശലേമിൽ പോയി കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിശോധനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞങ്ങൾ ഉത്സാഹിച്ചു. അവർ വേറെ ഉപദേശം ഒന്നും പറഞ്ഞില്ല. ദരിദ്രരെ ഓർക്കണം, അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് മാത്രമേ ഈ 3 പേരും യാക്കോബും പിന്നെ പത്രോസും യോഹന്നാനും സംസാരിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുകയാണ് മുമ്പോട്ട്. പിന്നെ അവിടെ അതിൻ്റെ 2:16 എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കൊണ്ട്. അപ്പം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി 3-ാമത്തെ അധ്യായത്തിൽ വായിക്കും. അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ല, അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കുക കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അപ്പം നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നതിനല്ല, നിങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാനാണ്. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ ആശ്രയിക്കുന്നവരല്ല. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാനാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കും. നീതീകരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ആ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടുക, യഥാർത്ഥത്തിൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൻ്റെയൊക്കെ അവസാനമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും കൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിളിച്ചവരെ വേർതിരിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും കൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സ്. തേജസ്കരണത്തിൻ്റെ പ്രോസസ്സ് വരുമ്പോൾ മാത്രമേ ഈ നീതീകരണത്തിൻ്റെ പൂർത്തീകരണത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ തേജസ്കരണത്തിൻ്റെ പ്രോസസ്സ് ഇതുവരെയും ആയിട്ടില്ല, നമ്മുടെ ജീവിതത്തിൽ ആയിട്ടില്ല. എന്നാൽ നീതീകരണത്തിൻ്റെ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തെ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ഈ സത്യങ്ങൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ നീതിമാന്മാർ എന്ന് തന്നെയാണ് ദൈവം കാണുന്നത്. അല്ലാതെ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടുവാനാണെങ്കിൽ യേശുക്രിസ്തു അല്ലാതെ ആരും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ആ ഒരു നീതീകരിക്കപ്പെട്ടവൻ, നീതിമാൻ എന്ന പേർ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് കാണാനിരിക്കുന്നത് അത് അന്ത്യകാലത്ത് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ 2-ാം വരവിലേ ഉള്ളൂ. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കും, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പം നമുക്കും ന്യായപ്രമാണം നമ്മുടെ മുമ്പിലുള്ള പഴയ നിയമകാലത്തെ പുസ്തകങ്ങളൊക്കെയും നമുക്ക് പുതിയ കാലത്തിലേക്ക് നമ്മളെ നടത്തുവാൻ ഉതകേണ്ടതാണ്. ഒരിക്കലും നമ്മൾ പഴയ നിയമ പുസ്തകത്തെ തള്ളിക്കളയുവാനോ പഴയ നിയമത്തെ പുസ്തകത്തിലെ കാര്യങ്ങളെ അറിയുവാനോ ഒന്നും ഇടയാകരുത്. പഴയ നിയമത്തെ പുസ്തകത്തിൽ ആണ് ദൈവത്തെ സംബന്ധിച്ച് പറയുന്നത്. നമ്മൾ ദൈവത്തെ അറിയുന്നത് അവിടെയാണ്. പ്രവാചകന്മാരുടെ എഴുത്തുകൾ, പുതിയ നിയമകാലത്തേക്കുള്ള ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവാചകന്മാരുടെ എഴുത്തുകൾ എവിടെയാണുള്ളത്? വിശ്വാസത്താൽ ജീവിച്ചിരുന്ന അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബും ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് കാണാനുള്ള മാതൃകകൾ നമുക്കവിടെയാണുള്ളത്. പൗലോസായാലും ഏലിയാവായാലും ഏലീശയായാലും യെശയ്യാവായാലും യിരെമ്യാവായാലും മലാഖിയ വരെയുള്ള പല പ്രവാചകന്മാർ ദൈവസന്നിധിയിൽ ജീവിച്ച, ശമൂവേൽ പ്രവാചകൻ അടക്കം അവർ ദൈവത്തിൻ്റെ, അതുപോലെ തന്നെ ന്യായാധിപന്മാർ ഒക്കെ ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നുള്ള മാതൃകകൾ കിടക്കുന്നത് പഴയ നിയമപുസ്തകത്തിലാണ്. അപ്പം അതുകൊണ്ട് പഴയ നിയമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്കൊരു ജീവിതം സാധ്യമല്ല. എന്നാൽ നീതീകരിക്കപ്പെടുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളല്ല, മറിച്ച് നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിച്ച വിശ്വാസത്താൽ ആണെന്നുള്ളതാണ്. അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണത്താൽ ഞാൻ മരിച്ചു, ഞാനിപ്പോൾ ഉയർത്തെഴുന്നേറ്റവനെ പോലെ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുകയും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നതാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലാണ് ഞാൻ ഇന്ന് ഈ ശരീരത്തിൽ ജീവിച്ചു. ശരീരത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ശരീരം മരിക്കുമ്പം പിന്നെ ശരീരത്തിൽ ജീവിക്കുന്നത് പറയാനൊക്കത്തില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും എന്നർത്ഥമാണ് അതിന്. ദൈവത്തിൻ്റെ വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ലേ?
അപ്പോൾ ക്രിസ്തു മരിച്ചത് ന്യായപ്രമാണത്തിൽ നീതി വരുന്നുണ്ടെങ്കിൽ പിന്നെ ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ വലിയൊരു പോയിൻ്റാണ്. അപ്പോൾ ക്രിസ്തു വരേണ്ട കാര്യമില്ലല്ലോ. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ ജീവിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ക്രിസ്തുവിലൂടെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ബോധ്യം വരണം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം. പക്ഷേ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മറ്റേതെങ്കിലും ആണെന്ന് നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ അറിവ് വചന പുസ്തകത്തിലില്ലാത്ത അറിവും, അതുകൊണ്ട് തന്നെ അത് ആ അറിവ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെ നമ്മൾ വിശ്വസിക്കും. അത് വിശ്വസിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വിശ്വാസത്താലാണ് നീതീകരണം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം തെറ്റിപ്പോയാൽ നമുക്ക് നീതീകരണം ലഭിക്കാതെ പോകും എന്നുള്ളത് നമ്മൾ തന്നെ നമുക്ക് സ്വയം വരുത്തി വയ്ക്കുന്ന വലിയൊരു വിനയാണ്. അത് ബോധ്യം വേണം, ജാഗ്രത വേണം. പൗലോസ് അപ്പോസ്തലൻ ഇത്ര കണ്ട് തീവ്രതയുണ്ടായിരുന്ന ഈ സഭയെ പോലും ആൾക്കാരെ കൊല്ലാൻ നിന്ന പൗലോസ് അപ്പോസ്തലൻ പോലും ഇതിലേക്ക് മടങ്ങി വന്ന് ആ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയാണ്, ന്യായപ്രമാണത്തിൻ്റെ നീതീകരണത്താലല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അപ്പോൾ യേശുക്രിസ്തു ആരെന്നാണ് പൗലോസ് അപ്പോസ്തലൻ വിശ്വസിക്കുന്നത്? അവിടെ നമ്മൾ ഇന്നത്തെ ഈ ഗലാത്യ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യേശുക്രിസ്തു ആരെന്നും ദൈവമാരെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഉള്ളതുപോലെ വിശ്വസിക്കണം, ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നുന്ന പോലെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്ന പോലെ സഭ പഠിപ്പിക്കുന്ന പോലെയല്ല, ഉള്ളതുപോലെ. അത് സഭ പഠിപ്പിച്ചാലും ആര് പറഞ്ഞു തന്നാലും നമ്മുടെ പിതാക്കന്മാർ കാരണവന്മാർ പറഞ്ഞു തന്നാലും അത് ബൈബിൾ പ്രകാരം വചനപ്രകാരമാണെങ്കിൽ അത് വിശ്വസിക്കാം. അല്ലാത്തതൊക്കെയാണെങ്കിൽ നമ്മൾ തിരസ്കരിക്കുക തന്നെ വേണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയൊരു ദിവസം കൂടി തരികയും ഇതിൽ വചനത്തിൽ സംസാരിക്കാൻ ഇടയാക്കിയത് ഓർത്ത് സ്തുതിക്കുന്നു. മറ്റൊരു പുതിയ അധ്യായങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെയും ദൈവം കാത്തുസൂക്ഷിക്കട്ടെ.